വയനാട്ടിൽ 3 കള്ളവോട്ട് നടന്നുവെന്ന ആരോപണത്തിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ അന്വേഷണം തുടങ്ങി. പയ്യന്നൂരിലും കല്യാശ്ശേരിയിലും വ്യാപക ക്രമക്കേട് നടന്നുവെന്ന് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ ആരോപിച്ചു. പയ്യന്നൂരും കല്യാശ്ശേരിയിലും 10 മടങ്ങ് ആവേശമാണ് അവർ കാണിച്ചത്. ബൂത്ത് പിടിച്ചെടുക്കാൻ, കള്ളവോട്ട് ചെയ്യാൻ. ഞാൻ എൻ്റെ പ്രസൻസിൽ കള്ളവോട്ട് പിടിച്ചിട്ട് പോലും എന്നെ ആക്രമിക്കാനാണ് മുതുകുട എന്ന് പറയുന്ന സ്ഥലത്ത് പട്ടുവത്ത് തയ്യാറായിട്ടുള്ളത്. അപ്പം കള്ളവോട്ട് പയ്യന്നൂർ ഞാൻ ഇന്നലെ കോൺസെൻട്രേറ്റ് ചെയ്ത് സ്ഥാനാർത്ഥി എന്നല്ലേ ഞാൻ ഇന്നലെ 7 അസംബ്ലി മണ്ഡലത്തിൽ പോകേണ്ട ഞാൻ 2 മണ്ഡലങ്ങളാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പയ്യന്നൂരും ഒന്ന് കല്യാശ്ശേരിയും. എനിക്കറിയാം പയ്യന്നൂരും കല്യാശ്ശേരിയും ആവനാഴിയിൽ അവസാനത്തെ ആയുധം കള്ളവോട്ടാണ്. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. അജീഷ്, ഈ മുന്നണികളുടെ കണക്കുകൂട്ടലുകൾ, അതായത് ഇപ്പോൾ എല്ലാ ബൂത്തുകളിൽ നിന്നുള്ള വിവരങ്ങൾ സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുന്നു, അല്ലെങ്കിൽ മുന്നണി നേതൃത്വത്തിന് ലഭിക്കുന്നു, അവരത് സംസ്ഥാന തലത്തിൽ ക്രോഡീകരിക്കുന്നു. എന്തായാലും ഒരു ഏകദേശ രൂപം ഇതിനോടകം മുന്നണി നേതൃത്വങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകുമല്ലോ. പ്രധാനപ്പെട്ട എന്താണ് ഒരു വിലയിരുത്തൽ? ഈ വോട്ട് കുറഞ്ഞതിൽ ആശങ്കയില്ലെന്ന് പറയുമ്പോഴും അടിയൊഴുക്കുകളിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന ഒരു 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 അപകട ഭീതി എല്ലാ നേതാക്കളുടെയും പ്രതികരണത്തിൽ കാണാൻ കഴിയുന്നുണ്ടല്ലോ, അല്ലേ? തീർച്ചയായും വിജയകുമാർ, 40 ദിവസം നീണ്ടുനിന്ന പ്രചരണമാണ്. കേന്ദ്രമന്ത്രിമാരും MLA-മാരും ദേശീയ നേതാക്കളും അടക്കം മത്സരിച്ച തെരഞ്ഞെടുപ്പ്. പലതരത്തിലുള്ള വിഷയങ്ങൾ ചർച്ചയായിരുന്നു. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള പല വിഷയങ്ങൾ ചർച്ചയായിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ നടപടികൾ ചർച്ചയായിരുന്നു. അങ്ങനെ ഇത്രയധികം വാശിയേറിയ ഒരു പോരാട്ടം നടത്തിയിട്ട് പോലും പോളിംഗ് ശതമാനത്തിൽ വലിയൊരു ഇടിവുണ്ടാക്കിയത് മുന്നണികളിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം 77% പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ ഇന്ന് അവസാനം വരുന്ന കണക്കനുസരിച്ച് 71.16% കണക്ക്. ഇനി വീട്ടിലെ വോട്ടും പോസ്റ്റൽ വോട്ടുകളും കൂടിയാണ് ഇനി ചേർക്കാനുള്ളത്. ഇതുകൂടി കടന്നാൽ പോലും ഒരു 72, 73 അതിനപ്പുറം കടക്കാൻ ഇടയില്ല. എന്നാൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പോളിംഗ് ശതമാനത്തിൽ കുറവ് വന്നത് എന്നൊരു പരിശോധനയിലേക്ക് മുന്നണികൾ കടന്നിട്ടുണ്ട്. കാരണം സംസ്ഥാന സർക്കാരിൻ്റെ പല വിഷയങ്ങൾ, അതായത് മാസപ്പടിയും വിലക്കയറ്റവും അതേപോലെ തന്നെ ക്ഷേമ പെൻഷൻ അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയായിരുന്നു. ഈ 3 LDF-നെതിരെ ഈ UDF-ഉം അതേപോലെ NDA-യും പ്രധാനമായും ഉന്നയിച്ചത് ഈ വിഷയങ്ങളായിരുന്നു. കൂടാതെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നടപടികൾക്കെതിരെ LDF-ഉം വലിയ രീതിയിൽ പ്രചരണം നടത്തിയിരുന്നു. പ്രധാനമന്ത്രി ഏറ്റവും കൂടുതൽ തവണ കേരളത്തിലെത്തി പ്രചാരണം നയിച്ചതെന്ന് ഒരു പ്രത്യേകത കൂടി ഈ തെരഞ്ഞെടുപ്പിനുണ്ട്. LDF-ന്റെ തന്നെ ദേശീയ നേതാക്കൾ എല്ലാവരും സംസ്ഥാനത്തിൻ്റെ പല മണ്ഡലങ്ങളിലും കേന്ദ്രീകരിച്ച് പ്രചാരണം നടത്തി. UDF-ന് വേണ്ടി രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും അടക്കം മുഖ്യമന്ത്രിക്കെതിരെ പേരെടുത്ത് വിമർശനം നടത്തി. അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ടായിട്ടും ഈ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് വലിയ ചർച്ചയായിരിക്കുകയാണ്. എന്തായാലും ഈ മുന്നണികൾ ഓരോരുത്തരെയും ഈ ബൂത്ത് തലത്തിൽ നിന്നും കിട്ടുന്ന കണക്കുകളെല്ലാം ഇഴകീറി പരിശോധന നടത്തിയിട്ടുണ്ട്. ഇത് പരിശോധിക്കാൻ എന്തായാലും തിങ്കളാഴ്ച LDF-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരും. UDF-ഉം NDA-യും എന്തായാലും പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. 3 മുന്നണികളും അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ പോലും അടിയൊഴുക്കുകൾ ഏത് തരത്തിലാണ് പോയിട്ടുള്ളത് എന്നൊരു ചർച്ച ഇവർ നടത്തിയിട്ടുണ്ട്. കാരണം ഈ ഇത്രയും അധികം പോളിംഗ് ശതമാനം, ഏതാണ്ട് 5% വോട്ട് കുറയുമ്പോൾ അത് അനുകൂലമാകുമെന്നാണ് 3 മുന്നണികളും അവകാശപ്പെടുന്നത്. എങ്കിൽ പോലും അവർ വിജയപ്രതീക്ഷ, ചില മണ്ഡലങ്ങളിലൊക്കെ ത്രികോണ പോരാട്ടം നടത്തിയ മണ്ഡലങ്ങളിൽ പോലും അത്രയധികം പോളിംഗ് നടത്തിയില്ല. വടകരയൊക്കെ വലിയ രീതിയിൽ ചർച്ച നടന്ന മണ്ഡലം കൂടിയാണ്. ഏറ്റവും കൂടുതൽ സൈബർ ഇടത്തിൽ പോരാട്ടം നടന്നൊരു മണ്ഡലം കൂടിയാണ് വടകര. അവിടെ പോലും കഴിഞ്ഞ തവണ 82% ഉണ്ടായിരുന്നു, ഇത്തവണ 78 കുറഞ്ഞു. പത്തനംതിട്ടയിലും ദേശീയ ശ്രദ്ധ ആകർഷിച്ച ഒരു മണ്ഡലമായിരുന്നു. കഴിഞ്ഞ തവണത്തെ പോലെ പത്തനംതിട്ട തന്നെയാണ് ഇത്തവണയും ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത്. 63% ഇത്തവണത്തെ വോട്ടിംഗ് ശതമാനം. അങ്ങനെ പല മണ്ഡലങ്ങളിലും മുന്നണികൾ പ്രതീക്ഷിച്ചത്ര വോട്ടുകൾ കിട്ടിയില്ല എന്നൊരു പരാതി അവർക്കെല്ലാം ഉണ്ട്. എന്തായാലും ഇത്രയധികം ഈ താഴെത്തട്ടിലടക്കം പ്രചരണം നടത്തിയിട്ടും അതെല്ലാം ജനങ്ങൾ ഏറ്റെടുത്തില്ല എന്നൊരു പ്രശ്നം കൂടി ഉയർത്തുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ തന്നെ ഈ ബൂത്തുകളിൽ നിന്നുള്ള കണക്കുകൾ, റിപ്പോർട്ടുകൾ മുന്നണി നേതൃത്വത്തിന് കിട്ടും. അതെല്ലാം പരിശോധിച്ച് അവരെല്ലാം ഒരു തീർപ്പിലേക്ക് എത്തും. വിജയകുമാർ. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്താണ് മണ്ഡലങ്ങളിൽ വോട്ട് കുറയാൻ കാരണം, അല്ലെങ്കിൽ പോളിംഗ് ശതമാനം കുറയാൻ കാരണം എന്നതിൽ മുന്നണികൾക്കിടയിലും ഒരു ഏകാഭിപ്രായം ഉണ്ടായിട്ടില്ല. അവരതിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് ഈ ഘട്ടത്തിൽ നേതാക്കൾ പറയുന്നത്. എന്തായാലും അക്കാര്യത്തിൽ ആശങ്കയുണ്ട്, അടിയൊഴുക്കുണ്ടായിട്ടുണ്ട് കേരളത്തിൽ എന്നതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ.